നബിതങ്ങൾ പറഞ്ഞു യഉമ്മുൽ ഖൗമ അഖ്റഉഹും ലികിതാബില്ലാഹ്. ഒരു ജനതയ്ക്ക് ഇമാമ് നിൽക്കേണ്ടത് അവരിൽ ഏറ്റവും നന്നായി ഖുർആൻ ഓതുന്ന ആളാണ്. അപ്പോൾ ഖുർആൻ ഓതുന്ന ആളെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അഫ്ഖഹുഹും ലികിതാബില്ലാഹ്, അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ കിതാബിനെ ഏറ്റവും നന്നായി ഗ്രഹിക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മഹല്ലുകളിൽ ഇമാമ് നിൽക്കേണ്ടത് ഖുർആൻ അറിയുന്നവരാണ്, ദീനിനെ പറ്റി അറിയുന്നവരാണ്, ജനങ്ങളോട് സംസാരിക്കാനും സംവദിക്കാനും സാധിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് പല പള്ളികളിലും വലിയൊരു ദുരവസ്ഥയുണ്ട്. ഈ നാട്ടിലെ ഭാഷ പോലും അറിയാത്ത ഒരാളെ യന്ത്രം പോലെ അവിടെ നിർത്തും. അദ്ദേഹം നേരെ വന്ന് ബാങ്ക് കൊടുക്കും, തിരിച്ചു, നേരെ വന്ന് നിസ്കരിക്കും, പിന്നെ തിരിച്ചു. നാഥനില്ലാത്ത മഹല്ലുകൾ, ഇമാമില്ലാത്ത പള്ളികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളികളുടെ സുന്നത്ത് എന്താണ്? തങ്ങളുടെ പള്ളിയിൽ എല്ലാവർക്കും ഓതാൻ അറിയാലോ. ഓതാൻ അറിയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ? എല്ലാവർക്കും നന്നായിട്ട് ബാങ്ക് കൊടുക്കാൻ അറിയാലോ. അപ്പോൾ ആരെങ്കിലും കയറി ബാങ്ക് കൊടുക്കുക, അപ്പോൾ ആരെങ്കിലും കയറി ഇമാമ് നിൽക്കുക, ഇതല്ലല്ലോ നബിതങ്ങൾ പഠിപ്പിച്ചത്. മറിച്ച് നബിതങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ട മുഅദ്ദിന്മാരുണ്ട്. അവരിൽ ഒരാളാണ് ബാങ്ക് കൊടുക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം, അബൂ മഹ്ദൂറ തുടങ്ങി സഹാബി മഹത്തുക്കൾ. ഇമാമ് നിൽക്കാൻ നബിതങ്ങളാണ് നിൽക്കുക. നബിതങ്ങൾ യാത്ര പോകുമ്പം ഒരാളെ ഏൽപ്പിക്കും, അദ്ദേഹമാണ് നിൽക്കുക. പല യാത്രകളിലും ഇന്ന വ്യക്തിയെ ഏൽപ്പിച്ചു കൊണ്ടുപോയി എന്ന് ആളെ നിർണയിച്ചുകൊണ്ട് ആരെ ഏൽപ്പിച്ചു എന്ന് നമുക്ക് സീറത്തിൻ്റെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് പല മഹല്ലുകളും അത് കൈകാര്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ചെലവഴിക്കാനുള്ള മടി കൊണ്ട്, അല്ലെങ്കിൽ ചെലവഴിക്കുന്നവരുടെ നിന്ന് വാങ്ങാനുള്ള ഒരു ഈഗോ പ്രശ്നം കൊണ്ട് പല സ്ഥലങ്ങളിലും നാഥനില്ലാത്ത മഹല്ലുകളാണ്. ഖിയാമത്തിൻ്റെ അടയാളം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ, ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ, ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറും പാരായണ മികവാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ. അവസാനം ഒരാളെ നിർത്തും, അദ്ദേഹം തന്നെ മുഅദ്ദിൻ, അദ്ദേഹം തന്നെ ഇമാം. എന്നിട്ട് കാര്യമായ ആലോചന നടക്കും. നാട്ടിലെങ്ങനെ ദീനുണ്ടാക്കാം, പള്ളികൾ എങ്ങനെ സജീവമാക്കാം, എങ്ങനെ ആബാദാക്കാം, എങ്ങനെ ആക്കാം. നിബിധങ്ങളാക്കി കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുപോലെയല്ലേ ആക്കാൻ പറ്റൂ. ഒരു മുഅദ്ദിനും ഒരു ഇമാമും വേണ്ടേ? അതിൻ്റെ കൂട്ടത്തിൽ ജുമുഅക്ക് എക്സ്ട്രാ ആരെങ്കിലും വേണമെന്ന് വലിയ പള്ളിക്കാർക്കൊക്കെ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരാളെ വിളിച്ചോ. ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാൾ വേണമെന്ന് കരുതുക ഏതെങ്കിലും നാട്ടിലെ വലിയ പള്ളിയിലൊക്കെ. അങ്ങനെ വിളിച്ചാലും ഇല്ലെങ്കിലും ഒരു ഇമാം അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാകണ്ടേ? നിശ്ചിത ദിവസങ്ങളിലെങ്കിലും ആളുകൾക്ക് വന്ന് ബന്ധപ്പെടാൻ, ചോദിക്കാൻ, പറയാൻ ഒരു ഇമാം ഇല്ലെങ്കിൽ ഒരേ സമയത്ത് രണ്ട് സംവിധാനങ്ങൾ പാഴായി പോകാൻ. പള്ളികളും പാഴായി പോകുന്നു, അറബിക് കോളേജുകളും പാഴായി. പിന്നെ എന്തിനാ ഈ അറബിക് കോളേജുകൾ? പിന്നെ എന്തിനാണ് മദ്രസകൾ? എന്തിനാണ് ആലിം കോഴ്സ്? എന്തിനാണ്? ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആളുകളെ പള്ളികളിൽ ഇമാമാക്കുന്നില്ലെങ്കിൽ, അവരതിന് തയ്യാറാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിർത്താൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര വലിയ പള്ളികൾ? എന്തിനാണ് അറബിക് കോളേജുകൾ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ, ജഹാലത്തിൻ്റെ ഒരു അടയാളമാണ്.